സാർ. ആ എന്താ ചെയ്യാനിത്? പണ്ട് പാമ്പിൻ്റെ വേണ്ടിയിട്ടും കഥ പറഞ്ഞ അവസ്ഥയാണ്. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുന്നതല്ലാതെ കരക്കെടുക്കുന്ന ലക്ഷണമൊന്നുമില്ല. പുറത്താണെങ്കിൽ ഒരുപാട് പെറ്റീഷൻകാർ വെയിറ്റിംഗാ. ഒരു കാര്യം ചെയ്യും, വനിതന് ഇത് ഹാൻഡിൽ ചെയ്യും. ആ ഇതാ തെണ്ടിയുടെ നമ്പറാ. മറ്റേ ഒന്ന് വിളിപ്പിക്കേ. വരുമ്പോൾ എനിക്കൊന്ന് കാണണവനെ. വരൂ. ശരി. അതെ പ്രസാദ് സാറേ, ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ടേ ഇയാളോടൊന്ന് വരാൻ പറ. ഒരു കേസിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു. എന്താ കേസ്? അത് പിന്നെ പറയാം. ഈ കേസിനാണോ സാധിച്ചല്ല? അല്ലല്ല, അത് പെറ്റീഷൻകാരെ വിളിക്കാനായിരിക്കും. ഇവിടെ നിൽക്കട്ടോ, ഒരു മിനിറ്റ്. എൻ്റെ മനാപ്പേ, ഈ സ്റ്റേഷനിലേക്ക് ഈട് കയറാൻ ഞങ്ങൾ 6 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ തന്നെ വേണ്ട ഇവിടെ വരുന്ന കേസെല്ലാം എഴുതി തീർക്കാൻ. ഒന്ന് പറയാൻ എല്ലാ സ്റ്റേഷനിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ള സ്റ്റേഷനിലെ അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇങ്ങനെ ഒരു ദുരവസ്ഥ എൻ്റെ അറിവിൽ ഒരു സ്റ്റേഷനിലും ഇല്ല. കേസ് എഴുതാനുള്ള മടി കൊണ്ട് തർക്കിക്കുകയാണെന്ന് വിചാരിക്കരുത്. മറ്റുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ മനാഫേ ഞങ്ങൾ ഈ കേസ് എഴുതാതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിലേ ആയതൊക്കെ എല്ലാം അറിയാവുന്ന നീയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വലിയ കഷ്ടമാട്ടോ. നാളെ പള്ളി ഡ്യൂട്ടിക്ക് ആളെ പറഞ്ഞു. ഇതുവരെയില്ല സാറേ, റിക്വസ്റ്റ് ഒന്ന് എടുത്തു തരണേ. എന്താ കേസ്? ഓ അത് വലിയ കഥയാ, പറയാം. റജി, ഹുസൈൻ സാർ എന്തിനാ സിക്കിയത്? വീട് പണിക്കോ മക്കളുടെ കല്യാണം നടത്താനൊന്നുമല്ലല്ലോ, ഇരിക്കും. ഫയലെഴുതി തീർക്കാനല്ലേ. പിന്നല്ലാണ്ട് മറ്റേത് സർക്കാർ ജോലിക്കാർക്കുണ്ട് ഈ ഒരു അവസ്ഥ. പരിതേ, ഇവർ ഈ ചാടിക്കേറി ആ ഫയലെടുക്കുക ഈ ഫയലെടുക്കുന്നൊക്കെ പറയുമ്പോൾ മിണ്ടായിരിക്കല്ലോ. അത് ശരിയാ. വാ തുറന്ന് കാര്യം പറയണം. മിണ്ടാതിരുന്നാലേ നമ്മൾ ജോലി ചെയ്യുന്നില്ലെന്ന് നമ്മൾ തന്നെ സമ്മതിക്കും പോലെ ആവും. പുറം ഡ്യൂട്ടിക്കിട്ട് ഒഴുകിച്ചാലേ കേസൊക്കെ പെൻഡിങ് ആവും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 27 വർഷമായി. ഈ 27 വർഷത്തിൽ ചേച്ചിയെ ചേട്ടൻ എത്ര തവണ തല്ലിയിട്ടുണ്ട്? കുറേ പ്രാവശ്യം തല്ലിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ? കുറേ പ്രാവശ്യം. ഈ കുറേ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു എണ്ണമില്ലേ? കുറേ പ്രാവശ്യം. നുണയാ സാറേ, ഞാൻ 2 തവണ മാത്രമേ തല്ലിയിട്ടുള്ളൂ. സത്യമാണോ? സത്യമോ സാറേ? എൻ്റെ അമ്മയാണ് സത്യം. 2 പ്രാവശ്യമേ ഞാനവിടെ തല്ലിയിട്ടുള്ളൂ. ഈ 2 പ്രാവശ്യം തല്ലിയത് എന്തിനായിരുന്നു? ആദ്യം ഒരു 10 കൊല്ലം മുമ്പാ, അമ്മയുള്ള കാലത്ത്. ഇവിടെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി. അന്നേരോ പിന്നെ ഇപ്പോഴാ. ആ പറഞ്ഞത് നേരാണോ? അതെ, സ്ത്രീകളെ തല്ലുന്ന വലിയ മിടുക്കുള്ള കാര്യമൊന്നുമല്ല. ആണോ? ഇന്നലെ തല്ലിയത് എന്തിനായിരുന്നു? കുറേ നാളായിട്ട് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എപ്പോഴും തല്ലുപിടുത്തവും ചീത്ത വിളിക്കലുമാണ്. കൊച്ചുങ്ങളെ കൊണ്ട് പോലും സംസാരിപ്പിക്കത്തില്ല. പക്ഷെ തല്ലിയ കാരണം പറഞ്ഞില്ല. ഒരു കാരണവും ഇല്ല. ഒരു കാര്യമില്ലേ? ഇല്ല. നുണ പറയരുത്. ഞാൻ പറയൂ സാറേ, ഇവക്ക് വീടിനടുത്തുള്ള ഒരാളായിട്ട് പ്രേമമാണ് സാറേ. 2 പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്താണ്. പിന്നെയും ഇവിടെ അവനോട് ഫോണിൽ സംസാരിച്ചെന്ന് കണ്ടപ്പോൾ സഹിച്ചില്ല. ഞാൻ തല്ലി. നേരാ, തിരിച്ചെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞാൻ തള്ളി. അപ്പോഴാണ് വീണ് നെറ്റിപൊട്ടിയത്. ഈ പറഞ്ഞ സത്യമാണോ? ഹലോ. അതെ, നിന്റെ മോൾ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. എന്താ മോളു? മമ്മി എന്താ വരാത്തെ? നമുക്ക് കല്യാണത്തിന് പോവണ്ടേ? വേഗം വാ. മമ്മി ഇന്നലെ നൈറ്റ് ജിഡിക്കല്ലേ കയറിയേ? നൈറ്റ് ജിഡിക്ക് കയറിയ ഉച്ചയ്ക്ക് 2 മണി വരെ ഡ്യൂട്ടിയാണെന്ന് മോളിന് അറിയില്ലേ? അറിയാം. ഞാൻ പപ്പ കാണാതെ മനസ്സാൻ്റെ അടുത്ത് വന്നിക്കണ. അവള് പപ്പയും മമ്മിയും മമ്മീനെ വഴക്ക് പറയുന്ന കേട്ടിട്ട് എനിക്ക് സങ്കടം വരാ. സാരില്ല കേട്ടോ, മമ്മിയുടെ മോള് വിഷമിക്കണ്ട. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മോനോട് മോനൂന് പപ്പ ഡ്രസ് അടിക്കുന്നു. ഞങ്ങളിപ്പോ കല്യാണ വീട്ടിലേക്ക് പോവും. അപ്പൊ മമ്മി കല്യാണത്തിന് വരുന്നില്ലേ? മമ്മി എത്തിക്കോളാം, നിങ്ങൾ ചെന്നോട്ടോ. ഫോണിൽ കൂടെയൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് മുത്തം കൊടുത്ത വിസിറ്റേഴ്സ് ഒക്കെ വെറുതെ സംശയിക്കൂട്ടെ. അവര് സംശയിച്ചോട്ടെ, നേതാവിന് സംശയമൊന്നുമില്ലല്ലോ. എനിക്ക് സംശയമൊന്നുമില്ല. വനിതാ മേഡമായിട്ട് സംശയിക്കാനൊരു വക വേണ്ടേ? എവിടെ കാണാനേ ഇല്ലല്ലോ, ചുളു അടിച്ചടക്കല്ലേ. പിന്നെ ചുളു സെക്കൻഡ് പറവ. 8ഓളം സമൻസും സർവ് ചെയ്തിട്ടുള്ള വരവ. 1.5 പാറാവും. റെസ്റ്റ് സമയം ഈ പ്രോസസ്സും. ദേ, ഇവനെ ഞാനായതുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നില്ല.
കുറുന്തോട്ടിക്ക് വാതോടെയും മറ്റുള്ളവരുടെ കാര്യം പറയണം. പുതിയ പേ കമ്മീഷനിൽ പോലീസുകാർക്ക് വല്ല ഗുണം ഉണ്ടാവോ? പിന്നെ എന്താ സംശയം? ഉറപ്പായിട്ട് ഗുണമുണ്ടാവും. പേ കമ്മീഷനിൽ അസോസിയേഷന്റെ ശക്തമായ ഇടപെടലും നിർദ്ദേശങ്ങളും ഉണ്ടാവും അല്ലേ നേതാവേ? മനാബ് സാറേ, റേറ്റ് നമുക്ക് കിട്ടുന്ന നൈസായിട്ട് താങ്ങിയതാണല്ലേ. ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി, അല്ലെങ്കിൽ ആ അലവൻസ് അങ്ങ് ക്യാൻസൽ ചെയ്താലും മതി. സ്വയം പുച്ഛം തോന്നുന്ന ഒരു ഏർപ്പാടാത്. 100 കൊലുവ. പിന്നെ പറഞ്ഞ കറക്റ്റാ. ഈ മൃഗസംരക്ഷണ വകുപ്പിലൊക്കെ നമ്മുടെ 4 ഇരട്ടി റിസ്ക് അലവൻസ്. ഇന്നേ വരെ ആ വകുപ്പിൽ ആരെങ്കിലും പശുകുത്തിയെന്നോ കാളകുത്തിയെന്നോ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഒരു വർഷത്തിലെ ഡ്യൂട്ടിക്കിടെ എത്ര പോലീസുകാർ ജീവന പോകുന്നു? ടെൻഷൻ അടിച്ച് പോകുന്നവരുടെ കണക്ക് വേറെ. എന്നിട്ടും ഈ നക്കാപ്പിച്ച പരിഗണന മാത്രം. അത് ശരിയാണല്ലോ. അതെ ശരിയാണ്. ചുളു അടിക്കണ കാര്യം മാത്രം ആലോചിച്ച് നടന്നാൽ മതി. പിന്നെ ചുളു കൊല്ലുട്ടാ ഞാൻ. 3 കട പണിയെടുപ്പിച്ചിട്ടാ പന്നി പറയണേ. ശമ്പള വർധനവില്ലേലും കുഴപ്പമില്ല, ആ റിസ്ക് അലവൻസ് ഒന്ന് കൂട്ടി തന്നാൽ മതി. ഇല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്ന ഈ അവഹേളനം ഒന്നും വേണ്ടെന്ന് പറയാൻ അസോസിയേഷൻ തയ്യാറാവണം. മോനെ ബിനു, മറ്റുള്ള സർവീസ് സംഘടനയെ പോലെ നമ്മുടെ അസോസിയേഷനെ കാണല്ലേ. ഇത് പോലീസാ, സംഘടനയ്ക്കും അച്ചടക്കം ബാധക. അങ്ങനെയാണോ? എന്നിട്ട് ഇവരെന്താ പറയണ? കാമുകൻ്റെ കൂടെ പോകുന്നു? അറിയില്ല, ചോദിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നോക്കട്ടെ. മറ്റവനെ വിളിപ്പിക്കാൻ പ്രസാദ് സാറിൻ്റെ അടുത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്, എനിക്ക് നാളെ ലീവ് വേണം. ഹസ്സിൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണോ. അല്ല, ലീവ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ പള്ളി ഡ്യൂട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ 5 പേരെ വേണമെന്ന് പറഞ്ഞാൽ ഇടങ്ങറായി പോട്ടാ. വേറെ ആളില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് ലീവ് വേണം. അവർ ഓൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകണം. പുള്ളിക്കാരൻ്റെ കൂടെ പോകാത്തതിന് ഇപ്പം തന്നെ കട്ട കലിപ്പിലാണ്. എനിക്കൊരു ഡേ ഓഫ് വന്നാൽ മതി സാറേ. നോക്കട്ടെ, പേപ്പർ എഴുതി വയ്ക്കും.